നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പതിവ് പോലെ മുൻവർഷ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചേഞ്ച് ദ വോയിസ്. അത് വോയിസസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ചേഞ്ച് ദ വോയിസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് തന്നിരിക്കുന്ന ഏത് വോയിസ് ആണെന്ന് വ്യക്തമല്ല. അപ്പൊ അത് ഏത് വോയിസ് ആണ് നമ്മൾ കണ്ടെത്തുക, അതിനുശേഷം നമ്മൾ അതിന്റെ എതിർ വോയിസിലേക്ക് മാറ്റുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വി കീപ് ദ ബുക്സ് ദെയർ എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. വി കീപ് ദ ബുക്സ് ദെയർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ ബുക്സ് ആർ കെപ്റ്റ് ദെയർ, ദ ബുക്സ് വെർ കെപ്റ്റ് ദെയർ, ദ ബുക്സ് ആർ ബീയിങ് കെപ്റ്റ് ദെയർ, ദ ബുക്സ് വെർ ബീയിങ് കെപ്റ്റ് ദെയർ. അപ്പൊ ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് വോയിസ് ആണ് നമുക്ക് കണ്ടെത്തണം. നമുക്കറിയാം വോയിസ് കണ്ടെത്താൻ എളുപ്പമാർഗം എങ്ങനെയാണ്, ഏത് വോയിസ് ആണെന്ന് കണ്ടെത്താൻ എളുപ്പമാർഗം നമ്മൾ വെർബിനെ നോക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ബി ഫോംസ് പ്ലസ് V3, ബി ഫോംസ് പ്ലസ് V3 എന്നാണെങ്കിൽ ബി ഫോംസ് എന്ന് പറയുമ്പോൾ ആ ബിയുടെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? ഈസ് വരാം, ആം വരാം, ആർ വരാം, വാസ് വരാം, വേർ വരാം, അതുപോലെ ഹാസ് ബീൻ വരാം, ഹാവ് ബീൻ വരാം, ഹാഡ് ബീൻ വരാം, ബീയിങ് വരാം, അല്ലെങ്കിൽ വെറും ബീൻ വരാം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനുശേഷം V3 ഉണ്ടെങ്കിലും അതെന്തോ ആയിരിക്കും? അത് പാസീവ് വോയിസ് ആയിരിക്കും. ബി ഫോംസ് പ്ലസ് V3 എന്ന രീതിയിലുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സെന്റൻസ് എന്തായിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. അങ്ങനെ അല്ല എങ്കിൽ അതേതായിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് കീപ്പാണ്. ആ കീപ്പ് V3 ഫോമിലാണോ തന്നിരിക്കുന്നത്? അല്ല. ഈ കീപ്പിന്റെ തൊട്ടു മുമ്പിൽ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ എല്ലാം ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ തന്നിരിക്കുന്നത് ഏത് വോയിസ് ആണ് നമുക്ക് വ്യക്തമാക്കാം? ഇത് ആക്റ്റീവ് വോയിസ് ആണ് നമുക്ക് വ്യക്തമാക്കാം. ഓക്കെ, ആക്റ്റീവ് വോയിസ് ആണെന്ന് നമുക്ക് വ്യക്തം. കാരണം എന്താ? ഇവിടെ തന്നിരിക്കുന്ന ഈ വെർബ്, ഈ സെന്റൻസിലെ വെർബ് ബി ഫോംസ് പ്ലസ് V3 എന്നല്ല. ഈ ബി ഫോംസ് പ്ലസ് V3 എന്ന രീതിയിലായിരുന്നെങ്കിൽ ഇത് പാസീവ് വോയിസ് ആയേനെ. അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് ആക്റ്റീവ് വോയിസ് എന്ന് നിർണ്ണയിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് തന്നിരിക്കുന്ന സെൻസ് എന്താണ്? ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താക്കുന്നതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെ, പാസീവ് വോയിസിലേക്കാണ് ഇനി മാറ്റേണ്ടത്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ ആയിരിക്കണം? ആദ്യം ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരണം. ഒബ്ജക്റ്റ് വരണം. എന്നിട്ട് അതിനുശേഷം എന്ത് വരണം? ഓക്സിലറി വെർബ്സ്, അതായത് ബി ഫോംസ്. അല്ലെ, നമ്മൾ പറഞ്ഞു പാസീവ് വോയിസിൽ ആദ്യം പാസീവ് വോയിസ് പ്രാധാന്യം കൊടുക്കുന്ന ഒബ്ജക്റ്റിനാണ്. അതിനുശേഷം പിന്നെ വെർബ് ഫോം ആണ് വരേണ്ടത്. ആ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം? ബി ഫോംസ് പ്ലസ് V3 എന്ന രീതിയിൽ വരണം. അതിനുശേഷം എങ്ങനെ ആയിരിക്കണം? പ്ലസ് ബൈ, അല്ലെ, പ്ലസ് സബ്ജക്റ്റ് എന്ന രീതിയിൽ വരണം. പിന്നെ ഇതിന് ശേഷം വല്ല ബാലൻസ് വല്ല ഉണ്ടെങ്കിൽ ഈ V3ക്ക് ശേഷം നമ്മൾ ബാലൻസ് എഴുതുകയും വേണം. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ബി ഫോംസ് പ്ലസ് V3 പ്ലസ് ബാലൻസ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന രീതിയിൽ വരണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സെൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഇപ്പൊ പാസീവ് വോയിസിൽ ആദ്യം വരേണ്ടത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ദ ബുക്സ് ആണ്. അതാണ് ദ ബുക്സ്. അപ്പൊ ദ ബുക്സ് എന്ന് ആദ്യം വരണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ദ ബുക്സ് എന്ന് ആദ്യം വന്നിരിക്കുന്ന ഏതൊക്കെയാന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാം അങ്ങനെയാണ്. ദ ബുക്സിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ACBD എല്ലാം നമ്മൾ പരിഗണിക്കണം. കാരണം എന്താ? എല്ലാം ദ ബുക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി അതിനുശേഷം ബി ഫോംസ് ഉള്ള സംഭവം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ആറുണ്ട്, ഇവിടെയും ആറുണ്ട്, ഇവിടെ വേറുണ്ട്, ഇവിടെയും വേറുണ്ട്. അപ്പം ഇവിടെ എല്ലാം ബി ഫോംസ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഉത്തരവാദിത്വം ബി ഫോംസിന്റെ ഏത് ടെൻസിലുള്ള ബി ഫോംസ് ആണ് ഇവിടെ വരേണ്ടത് എന്നുള്ളതാണ്.
ബി ഫോം സിമ്പിൾ പറഞ്ഞു. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്, ഹാസ് ബീൻ ഉണ്ട്, ഹാവ് ബീൻ ഉണ്ട്, ഹാഡ് ബീൻ ഉണ്ട്, അല്ല ബീയിങ് ഉണ്ട്, ബീൻ ഉണ്ട് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ ബി ഫോംസിന് ടെൻസ് വരണം. കാരണം ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസിനനുസരിച്ചായിരിക്കണം ബി ഫോംസും വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ ടെൻസ് ഏതാണ്? ഈ കീപ്പ് എന്ന് പറയുമ്പോൾ അത് ആ കീപ്പിന്റെ കൂടെ എന്തുണ്ട്? ഡു ഉണ്ട് അല്ലെ? കീപ്പിന്റെ കൂടെ ഡു ഉണ്ട്. ഡുവോ ഡസോ ചേർന്ന് വരുന്ന അല്ലെ, ഡുവോ ഡസോ ചേർന്ന് വരുന്ന വെർബിനെ നമുക്ക് ഏത് ടെൻസ് എന്ന് പറയാൻ പറ്റും? സിമ്പിൾ പ്രസന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഈ സെന്റൻസ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അതേ ടെൻസ് തന്നെ ഇവിടെ നിലനിർത്തണം. അതേ ടെൻസ് നമ്മൾ ഏത് വോയിസിൽ നിലനിർത്തണം? പാസീവ് വോയിസിൽ. അപ്പൊ ഇവിടെ ബിയുടെ ഏത് ടെൻസ് ഫോം ആണ് വരേണ്ടത്? അല്ലെങ്കിൽ ഏത് ടെൻസ് ഫോമിലുള്ള ബി ഫോം ആണ് വരേണ്ടത്? സിമ്പിൾ പ്രസന്റിലുള്ള ബി ഫോംസ് ആണ് വരേണ്ടത്. സിമ്പിൾ പ്രസന്റിലുള്ള ബി ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, പിന്നെ ആം, ആർ. ഈസ്, ആം, ആർ ആണ് സിമ്പിൾ പ്രസന്റിലെ ബി ഫോംസ്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ് വരേണ്ടത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ബി ഫോംസിലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ? ഈസ്, ആം, ആർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരണം. അതെന്തിനെ ആശ്രയിച്ചാൽ? ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ച്. ഇവിടുത്തെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഐ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആം ഉപയോഗിക്കാം. ഇവിടുത്തെ ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ആർ ഉപയോഗിക്കാം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? പ്ലൂറലാണ്. അപ്പം ഈ ആറേ വരാവും. അപ്പം ദ ബുക്സിന് ശേഷം ആറ് വന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഈ എയും സിയും ബുക്കിന് ശേഷം ആർ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബി ഫോംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരാവും? V3 ഫോമേ വരാവും. അതായത് കീപ്പ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം കെപ്റ്റ്. അപ്പൊ ആറിന് ശേഷം കെപ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഉണ്ട്. ഇവിടെ കെപ്റ്റ്. എന്നാൽ ഇവിടെ ആറിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ബീയിങ് എന്നാണ് വന്നിരിക്കുന്നത്. അത് വേണ്ട അല്ലെ? അപ്പോ ആറിന് ശേഷം കെപ്റ്റ് എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഇതാണ്. പിന്നെ ബാലൻസ് വേണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബാലൻസ് ദെയർ ആണ്, ദെയർ. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞു. ബൈ പ്ലസ് സബ്ജക്റ്റ് ഈ ഓപ്ഷനിൽ തന്നിട്ടില്ല. നമുക്ക് ബൈ പ്ലസ് സബ്ജക്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പാസീവ് വോയിസിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബൈ അസ് എന്നില്ല. അത് വേണ്ട, വേണമെന്ന് നിർബന്ധമില്ല. ഈ ബൈ പ്ലസ് സബ്ജക്റ്റ് ഫോം നിർബന്ധമില്ല പാസീവ് വോയിസിൽ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ശരിയാണ്. ദ ബുക്സ് ആർ കെപ്റ്റ് ദെയർ. ദ ബുക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോമായി ആർ വന്നു. പിന്നെ V3 കെപ്റ്റ് വന്നു. പിന്നെ ബാലൻസ് ദെയർ വന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ പറയുന്ന ദ ബുക്സ് ആർ കെപ്റ്റ് ദെയർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പൊ ചേഞ്ച് ദ വോയിസ് എന്ന് പറഞ്ഞപ്പോൾ ഈ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണ് മനസ്സിലാക്കി. അതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ദ ബുക്സ് ആർ കെപ്റ്റ് ദെയർ. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 70 kilos ഡാഷ് നോട്ട് വാട്ട് ദേ വാണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം 70 kilos എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സം, മെഷർമെന്റ്, ഏതെങ്കിലും തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും സിംഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അതിനൊരു സ്പെസിഫിക് യൂണിറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 70 kilos എന്ന് പറയുന്നതിന് ശേഷം സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഈസും ഹാസുമാണ്. അതൊക്കെയാണ് ഈസും ഹാസും. പിന്നെ ഇവിടെ ഈസ് വരുമോ ഹാസ് വരുമോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 70 kilos ഡാഷ് നോട്ട് വാട്ട് ദേ വാണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം 70 കിലോ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആകുന്നു അല്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് അവിടെ ഈസ് ആണ് വരേണ്ടത്. അതാണ് ഈസ്. ഈ ഹാസ് എന്ന ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെ ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നതിനായിട്ടൊന്നുമില്ല. അപ്പോൾ വസ്തുത പറയുകയാണ്. വസ്തുത പറയുമ്പോൾ ഈസോ, ആമോ, വാസോ, വേറോ ഒക്കെ വരണം. ബി ഫോംസിൽ ഏതെങ്കിലും വരണം. ഇവിടെ 70 kilos എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയതുകൊണ്ട് ബി ഫോംസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഈസും ആറുമാണ്. അതിൽ ഈസ് ആണ് സിംഗുലർ. ഇപ്പൊ 70 kilos സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് ഇവിടെ ഇടുന്നത്. അങ്ങനെ ആകുമ്പോൾ 70 kilos ഈസ് നോട്ട് വാട്ട് ദേ വാണ്ട് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. There is dash than റാണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. കാരണം എന്താ? ദേവിനെയും റാണിയും നമ്മൾ കമ്പയർ ചെയ്യാണ്. ദേവും റാണിയും രണ്ടുപേരാണ്. രണ്ടുപേരെ വെച്ച് പറയുമ്പോൾ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ അങ്ങനെ ഇവിടെ തന്നിരിക്കുന്നതിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ളത് എൽഡറും
ഓൾഡറുമാണ്. നമ്മൾ മോർ ഓൾഡർ നമ്മൾ പറയാറില്ല. ഓക്കെ, അതുകൊണ്ടത് വേണ്ട. പിന്നെയുള്ളത് നമ്മുടെ എൽഡറും ഓൾഡറുമാണ്. എൽഡർ ആയിരിക്കുമോ ഓൾഡർ ആയിരിക്കുമോ ഇവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ എൽഡർ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? രക്തബന്ധമുള്ളവരുടെ കാര്യത്തിൽ പറയുമ്പോഴാണ് എൽഡർ ഉപയോഗിക്കുന്നത്. ഓൾഡർ ഉപയോഗിക്കുന്നപ്പോഴാണ് അങ്ങനെ അല്ലാത്തവരുടെ കാര്യം, രക്തബന്ധമില്ലാത്ത. ഇവിടെ ഈ ദേവും റാണിയും തമ്മിൽ രക്തബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു വാക്കോ വസ്തുതയൊന്നും ഈ സെനൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അനുമാനിക്കാം ഇവർ തമ്മിൽ രക്തബന്ധമൊന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിവിടെ ഏതായിരിക്കാം? ഓൾഡർ നമുക്ക് ഓപ്ഷനായിട്ട് എഴുതാം, ആൻസറായിട്ട് എഴുതാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ദേവ് ഈസ് ഓൾഡർ ദാൻ റാണി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ മീനിങ്. വി സ്റ്റിൽ ലീവ് ഹിയർ, ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സെനൻസ് ആണ് അങ്ങനെ അർത്ഥം നൽകുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും താമസിക്കുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ എന്നോ തുടങ്ങി വെച്ച ഒരു കാര്യമാണ്, അതിപ്പോഴും തുടരുന്നു എന്നർത്ഥം. അപ്പൊ കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചൊരു ക്രിയ ഇപ്പോഴും തുടരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ക്രിയകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നെ ഹാസ് ഓർ ഹാവ് വരണം, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, പിന്നെ പ്ലസ് ബീൻ വരണം, പ്ലസ് ബീൻ BEEN ബീൻ വരണം, അതിനുശേഷം വെർബ് വരണം, അതിനുശേഷം ING വരണം. അങ്ങനെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആണ് ഇവിടെ ഹാവ് ബീൻ ലിവിങ്. വേറെ എങ്ങും അങ്ങനെ ഇല്ല. ഹാസ് ഓർ ഹാവ്, പിന്നെ ബീൻ വെർബ് പ്ലസ് ING. ഇവിടെ ഹാവ് വന്നത് വി വന്നതുകൊണ്ട്, വി എന്ന് വെച്ചാൽ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. പിന്നെ അതിനുശേഷം ബീൻ വന്നു, പിന്നെ വെർബ് പ്ലസ് ING ലിവിങ് വന്നു. അപ്പോൾ ഒട്ടും സംശയിക്കേണ്ട, നമുക്കിത് തന്നെ ആൻസർ ആയിട്ട് വരാം. കാരണം വേറെ എങ്ങും ഹാസ് ബീനോ ഹാവ് ബീനോ ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ആൻസർ ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ദ പാസ്റ്റ് 10 years. ദ പാസ്റ്റ് 10 years എന്ന് പറയുന്നത് ഡ്യൂറേഷനാണ്, ഒരു കാലയളവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ദ പാസ്റ്റ് 10 years എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഹി സെഡ് ദാറ്റ് ഹി ഡാഷ് എ പോയം. അവൻ പറഞ്ഞു അവൻ ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് കഴിയോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ഹി സെഡ് ദാറ്റ് ഹി ഡാഷ് എ പോയം എന്ന് പറയുമ്പോൾ സെഡ് എന്ന് പറയുമ്പോൾ അതെന്തായി? പാസ്റ്റ് ടെൻസ് ആയി. അപ്പോൾ ഈ തുടർന്ന് വരേണ്ട ഭാഗവും പാസ്റ്റ് ടെൻസിൽ ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെ പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്ന ഏതാണെന്ന് നോക്കുക. നോക്കുമ്പോൾ ഈ ഹാസ് റിട്ടൺ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റും, വിൽ റൈറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറും, ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. എന്നാൽ വാസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാസ്റ്റ് ടെൻസിലായിട്ട് മാത്രമായിട്ട് നിൽക്കുന്നത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഏത്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം ഇത് സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഈ തുടർന്ന് വരേണ്ട ഭാവവും പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉചിതമായ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്, വാസ് റൈറ്റിംഗ്. എന്ന് വെച്ചാൽ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ പാസ്റ്റ് ടെൻസിലെ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഹി സെഡ് ദാറ്റ് ഹി വാസ് റൈറ്റിംഗ് എ പോയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത്, ജെയിൻ റീച്ച് ദെയർ ഡാഷ് 8 o'clock. അല്ലെ, ഇപ്പൊ ജെയിൻ അവിടെ എത്തി, 8 മണിക്ക് അവിടെ എത്തിച്ചേർന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ 8 o'clock എന്നുള്ളത് സമയമാണ്. സമയത്തിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എപ്പോഴും ഏതായിരിക്കണം? അറ്റ് ആയിരിക്കും. എന്താണ്? അറ്റ്. അപ്പൊ ജെയിൻ റീച്ച് ദെയർ അറ്റ് 8 o'clock എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗീവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഫ്രേസ് ടു ജോയിൻ ദ മെജോറിറ്റി. ടു ജോയിൻ ദ മെജോറിറ്റി എന്ന് തരുന്ന ഫ്രേസിന്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടു ജോയിൻ ദ മെജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡൈ എന്നാണ്. അത് മരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡൈ. അപ്പൊ ഡൈ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. there is dash money in the purse, it is empty. അപ്പൊ ഇറ്റ് ഈസ് എംറ്റി എന്ന് പറയുന്നത് വെച്ചാൽ പേഴ്സ് എംറ്റി ആണെന്ന് പറയുന്നത് വെച്ചാൽ പേഴ്സിനകത്ത് ഒന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല എന്ന അർത്ഥം വരുന്ന സംഭവമാണ് ഇവിടെ നിന്ന് എടുത്ത് എഴുതേണ്ടത്. ഒന്നുമില്ല എന്ന അർത്ഥം വരുന്നത് ലിറ്റിലും ഫ്യൂവുമാണ്. ഓക്കെ, ലിറ്റിലും ഫ്യൂ നമുക്ക് അന്നേരം ഇവിടെ ഉപയോഗിക്കാം. ലിറ്റിലോ ഫ്യൂ നമുക്കിവിടെ ഉപയോഗിക്കാം. ലിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിട്ടുള്ളതിന്റെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇതിനെ സൂചിപ്പിക്കാൻ ഒരു ക്വാണ്ടിറ്റി.
ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനാണ് ലിറ്റിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഫ്യൂവോ എണ്ണത്തെ സൂചിപ്പിക്കാം. അല്ലെ, ഫ്യൂ എണ്ണത്തെ സൂചിപ്പിക്കാനും ലിറ്റിൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മണി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, മണി എന്ന് പറയുമ്പോൾ അതൊരു ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരാൻ പറ്റുന്നതായിരിക്കണം ലിറ്റിലായിരിക്കണം. ഏതായിരിക്കണം ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? ലിറ്റിൽ. അപ്പോൾ ദർ ഇസ് ലിറ്റിൽ മണി ഇൻ ദ പേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം മണി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്ന ആണെങ്കിൽ നമുക്ക് ഫ്യൂ ഉപയോഗിക്കാൻ വരും. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലിറ്റിൽ. ഇനി അടുത്ത ചോദ്യം, ഹി ഹാസ് ഡാഷ് ഹിസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. എന്നുവെച്ചാൽ ഇവൻ അവന്റെ സ്മോക്കിംഗ് എന്ന് പറയുന്ന ശീലം ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപേക്ഷിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് എന്തുവാ? ഫ്രേസൽ ഏതാ? ഗീവ് അപ്പ് ആണ്. അത് ഗീവ് അപ്പ്. ഗീവ് അപ്പ് ആണ് ഉപേക്ഷിക്കുക എന്നുള്ളതിന്റെ സംഭവം. ഇനി അതിന്റെ V3 ഫോം ആണ് ഇവിടെ വരുന്നത്. കാരണം ഇവിടെ ഹാസ് വന്നത് കൊണ്ട് V3 ഫോം. അത് ഗിവൺ അപ്പ് എന്ന് പറയണം. ഗിവൺ അപ്പ് വന്നിരിക്കുന്ന ഏതാ? സി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഹി ഹാസ് ഗിവൺ അപ്പ് ഹിസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മെനി ഡാഷ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഇപ്പൊ മെനി അനേകം ഷീപ്പ്, അതായത് എന്താണ് ആട് എന്ത് ചെയ്യുന്നു? പാടത്ത് ഗ്രേസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നു. അപ്പൊ മെനി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പ്ലൂറൽ ഫോം ആണ് എപ്പോഴും വേണ്ടത്. മെനി കഴിഞ്ഞാൽ പിന്നെ പ്ലൂറൽ ആണ്. മെനി എന്ന് വെച്ചാൽ അനേകം എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ തുടർന്ന് വരേണ്ട ഭാഗം പ്ലൂറൽ ഫോമിലായിരിക്കണം. എന്നാൽ ഷീപ്പ് എന്ന് പറയുന്ന അതിന്റെ സിംഗുലറും പ്ലൂറലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഷീപ്പ് എന്ന് തന്നെയായിരിക്കും. മെനി ഷീപ്സ് എന്ന് പറയത്തില്ല. നമ്മളെങ്ങനെ പറയത്തുള്ളൂ? മെനി ഷീപ്പ് എന്നേ പറയത്തുള്ളൂ. അതുപോലെ ഫിഷിന്റെ സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്. ഫിഷ് നമ്മൾ ഫിഷസ് എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഷീപ്പിന്റെ നമ്മൾ ഷീപ്സ് എന്ന് പറയത്തില്ല. നമ്മളെങ്ങനെ പറയത്തുള്ളൂ? ഷീപ്പ് എന്നേ പറയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആൻസർ അതായിരിക്കും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ മെനി ഷീപ്പ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.